നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? ഇവിടെ എന്ത് കുഴപ്പമുണ്ടാവാൻ? അല്ല, നീ എന്ത് ചെയ്യുന്ന നേരത്ത്? അല്ല, ശാരികേച്ചി വിളിച്ചു പറഞ്ഞു അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വരാൻ. ശാരി കാര്യം എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞതുമില്ല. എനിക്ക് സംസാരിക്കാനുണ്ട്. എന്ത് സംസാരിക്കാൻ? അത് വിശദമായി ഇരുന്ന് സംസാരിക്കാനുള്ളതാ. നമുക്കവിടെ ഇരിക്കാം. എന്തിനാ ശാരികേച്ചി ഫോർമാലിറ്റി ഒക്കെ? ഫോർമാലിറ്റി വേണ്ടടുത്ത് ഫോർമാലിറ്റി വേണം. അതില്ലാതെ പോയതാ എനിക്ക് പറ്റിയ തെറ്റ്. എടി, കളി വിട്ടിട്ട് കാര്യം പറയണേ. നീ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അങ്ങോട്ട് ഇരിക്കാന്ന്. ഇവിടെ എന്ന് പറയാവുന്ന കാര്യം പറഞ്ഞാ മതി. എന്നാ ശരി, എനിക്കൊന്നും സംസാരിക്കാനില്ല. ശാരികേച്ചി നിക്ക്, നമുക്കിരുന്ന് സംസാരിക്കാം. എടി, എന്താടി? ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേട്ടിട്ട് നിങ്ങൾ മൂന്നുപേരും കൂടി ആലോചിച്ച് ഒരു തീരുമാനം പറയണം. എത്രയും വേഗം പറയുന്നു അത്രയും നല്ലത്. മറുപടി അനുകൂലമായിരിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇനി അങ്ങനെ അല്ലെങ്കിലും നിങ്ങളുടെ തീരുമാനം അറിഞ്ഞിട്ട് വേണം എനിക്ക് എന്റേതായിട്ടുള്ള തീരുമാനം എടുക്കാൻ. നമുക്കിടെ ഇങ്ങനത്തെ മുഖവരുടെ ഒക്കെ ആവശ്യമുണ്ടോ ചേച്ചി? ആവശ്യമുണ്ട്. അത് നിങ്ങൾ എല്ലാരും കൂടെ എന്നെ ബോധ്യപ്പെടുത്തി. ശരി, ശാരികേച്ചി കാര്യം പറ. നമ്മുടെ ഈ വീടും ഹോട്ടലിൽ നിൽക്കുന്ന ഭൂമിയും അമ്മയുടെ പേരിലല്ലേ? അതിൽ നിന്ന് എന്റെ വിഹിതം എത്രയാണെങ്കിലും അത് എന്റെ പേരിൽ എഴുതി തരണം. മൂന്ന് പേരുടെ മുന്നിൽ ഇക്കാര്യം പറയാൻ വേണ്ടിയാ ഞാൻ ശാലിനി കൂടി വിളിച്ചു വരുത്തിയത്. ആലോചിച്ചൊരു തീരുമാനം ഉടനെ അറിഞ്ഞാൽ കൊള്ളാം. ശാരികേച്ചി നിക്ക്. ശാരികേച്ചി, എനിക്ക് ഇതേ കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല. ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനം നിങ്ങളോട് പറഞ്ഞത്. പിന്നെ ഇനി നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാൽ മതി. ശാരികേച്ചി, ഇതുവരെ നമ്മൾ 4 പേരും ഒറ്റക്കെട്ടായിരുന്നു. ഈ ഹോട്ടലും വീടും അത് നിൽക്കുന്ന ഭൂമിയൊന്നുമല്ല നമ്മുടെ അമ്മയുടെ ഏറ്റവും വലിയ സ്വത്ത്. നമ്മള് മക്കള് തമ്മിലുള്ള ഒരുമയാ. ഈ ഭൂമി വെട്ടിമുറിക്കാന്ന് വെച്ചാ ആ ഒരുമ തകർന്നു എന്ന് അതിനർത്ഥം. ഇന്ന് ശാരദാമ്മയുടെ മക്കളെ നോക്കി പഠിക്കാൻ പറയുന്നവര് നാളെ നമ്മളെ നോക്കി കളിയാക്കി ചിരിക്കും. ശാരദാമ്മയുടെ മക്കളുടെ ജീവിതം കണ്ടുപിടിക്കാൻ അല്ല ആര് പറയുന്നെന്ന്? അതൊക്കെ അങ്ങ് പണ്ട്. ഞാനും നീയുമൊക്കെ ഈ താലിമാല എന്നുള്ള കുരുക്കുമായിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ്. ഇപ്പൊ ശാരികയുടെ ജീവിതം നോക്കി പഠിച്ചാ എവിടെയാ എത്തുക? ഒരു കൊക്കയുടെ വിളിമ്പിലോ ഒരു കയർക്കുരുക്കിന് മുന്നിലോ. പിന്നെ നിനക്ക് മുന്നിലൊരു ജീവിതമുണ്ട്. സിവിൽ സർവീസ് എഴുതി കളക്ടർ ആവാം. പിന്നെ ദേ, ഇവൾക്ക് പഠിക്കാൻ അവസരം കിട്ടിയതുകൊണ്ട് ഇപ്പോഴാണെങ്കിലും ഒരു ടെസ്റ്റ് എഴുതിയ LD ക്ലർക്കായിട്ടെങ്കിലും ജോലി കിട്ടും. സ്വന്തമായ ഒരു ജോലിയും വരുമാനമൊക്കെ ഉണ്ടെങ്കിൽ ആരുടെ മുമ്പിലും തല കുനിക്കേണ്ടി വരില്ല. ഭർത്താവിന്റെയോ സ്വന്തം വീട്ടുകാരുടെയോ ആരുടെ മുമ്പിലും. പിന്നെ നെഞ്ചിലേക്കൊരു കത്തി കുത്തി കയറ്റിയിട്ട് ഞാൻ അപ്പോഴത്തെ ഒരു വികാരത്തിന് ചെയ്തു പോയതാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ശാലിനി.
ഉറ്റവരടുത്ത് നിന്ന് മനസ്സ് മുറിപ്പെടുമ്പോ അതിനേക്കാൾ വലിയ വേദന ഉണ്ടാവുക. മൂർച്ചയുള്ള വാക്കുകൊണ്ടാണെങ്കില് ഒരു മാപ്പിനും ആ മുറി ഉണക്കാൻ പറ്റില്ല. ഇങ്ങനെ പലതും കണക്ക് കൂട്ടി ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാ ഇത്. അതിന്ന് എനിക്ക് മാറ്റമില്ല. ശരിയേച്ചി, കുഞ്ഞേച്ചി എന്തിനാ ഇവരുടെ അടുത്ത് കെഞ്ചാൻ പോകുന്നേ? കെഞ്ചുകയും യാചിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലേ അത് അന്തസ്സുള്ളവരുടെ മുമ്പിൽ വേണം, അല്ലാതെ ഇതുപോലെ നാണം കെട്ട ജന്മങ്ങൾക്ക് മുമ്പിലല്ല. മോളെ ശ്യാമേ, അമ്മയൊന്നും ചുമ്മാ ഇരുന്നേ. ഇവരുടെ പ്രശ്നം എന്താന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ആര് നന്നാവുന്നത് കണ്ണി പിടിക്കത്തില്ല. ഞാനും കുഞ്ഞേച്ചിയൊക്കെ എന്തെങ്കിലും രക്ഷപ്പെടുമെന്നുള്ള ഭയം. അതിനിടെ സ്വത്തും കൂടി വെട്ടിക്കീറിയ അമ്മയുടെ കണ്ണീരും കൂടി ഇവർക്ക് കാണാം. തൃപ്തിയാവട്ടെ ഇവർക്ക്. ശ്യാമേ, നീ ഒന്ന് മിണ്ടാതിരിക്കും. എപ്പോഴും എന്റെ നാവടക്കുന്ന പോലെ ഇവിടെ എന്റെ നാവടക്കാന്ന് കുഞ്ഞേച്ചി കരുതണ്ട. എനിക്കും കൂടി അവകാശപ്പെട്ടതാ ഈ സ്വത്ത്. അതുകൊണ്ടത് വെട്ടിക്കീറുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് ഇതേ ഇവര് കേക്കണം. എടി, അല്ല, നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനൊന്നുമില്ല, നല്ല ജീവിതമില്ലെന്നൊക്കെ. ഒരു പാവം ചായക്കടക്കാരിയാ ദേ എന്റെ അമ്മ. മക്കളിൽ ഒരാളെ കോളേജ് ലെക്ചർക്ക് കെട്ടിച്ചു കൊടുക്കാന്നുള്ളത് അവർക്ക് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. എന്നിട്ടും അമ്മ ആ ഭാര്യ എടുത്ത് തലയിൽ വെച്ചു. മോളെ നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? എനിക്ക് പറയണോ അമ്മേ? എടി, നിങ്ങൾ ചിലപ്പോ പറയുമായിരിക്കും 30 പവന്റെ സ്ത്രീധനം കൊടുത്ത് ആ ബന്ധം ഉറപ്പിച്ചില്ലല്ലോ എന്ന്. അതിലും വലിയ തുകയാ രാജീവ് സാറ് നിങ്ങളുടെ ഭർത്താവ് അയാളുടെ അമ്മയ്ക്കും അമ്മാവനും കൊടുത്തത്. 18 ലക്ഷം. അതും നിങ്ങൾ ഒറ്റ ഒരാൾക്ക് വേണ്ടി. എന്നിട്ട് നിങ്ങൾ അയാളോട് എന്താ ചെയ്തത്? തല്ലി ഇറക്കി. LD ക്ലർക്കിനേക്കാളും ഒരുപാട് ശമ്പളമുണ്ട് കോളേജ് ലെക്ചർക്ക്. പഠിപ്പില്ലാത്ത പെണ്ണുങ്ങള് മര്യാദയ്ക്ക് ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും നോക്കി നല്ല വീട്ടമ്മമാരായി കഴിയുക ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ അതാണോ ചെയ്തത്? സ്വന്തം ഭാവി തന്നെ തല്ലി തകർത്തിട്ട് ഇവിടെ വന്ന് സ്വത്തിനു വേണ്ടി കുറയ്ക്കുന്നോ? ഇതിന് ഭേദം പോയി ചത്തൂടെ? എന്തിനു പറഞ്ഞത്? അമ്മ വേണമെങ്കിൽ എന്നെ തല്ലിക്കോ, പക്ഷെ ഈ വിഷയത്തിൽ പറയാനുള്ളത് ഞാൻ പറഞ്ഞിരിക്കും. നിന്നെ ഞാൻ വീടിശാലിനി. ചേച്ചി, ചേച്ചി നിക്ക്. ചേച്ചി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ചേച്ചി, കഥ അടയ്ക്കരുത്. ചേച്ചി, ചേച്ചി തുറക്ക്. ചേച്ചി, ശാരികേച്ചി വാതില് തുറക്ക്. ശാരികേച്ചി തുറക്ക്. ചേച്ചി, എടി, തല ഇരിക്കുമ്പോ വാലാടണ്ട കേട്ടോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.